ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെയാണ് എണീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ എന്നൊരു വീഡിയോയിലൂടെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഞാനും ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ എണീറ്റ് താഴെ വന്നൊരു ചായ കുടിച്ചു. ചായ വാങ്ങി വെച്ചിട്ടുണ്ട്. ചായ വാങ്ങി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരത്തെ കുറച്ച് ഓടാൻ പോകും. അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ച് കഴിഞ്ഞ് അവിടെ കുറച്ച് ഓടി എക്സസൈസ് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ റൂമിലോട്ട് വരും. മണി ഇപ്പം ഇവിടുത്തെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫ്ലൈയിൽ. ഇപ്പം ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി പോയാൽ മതി. ഇപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായത്. ഇല്ലെങ്കിൽ ഞാൻ ഒരു 5:45 ആകുമ്പോൾ തന്നെ എണീക്കാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഓടാൻ വേണ്ടി ഞാൻ വേറെ ഒരു ഗ്രൗണ്ടിലൊന്നും പോകാറില്ല. അതുപോലെ ഇവിടെ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. അന്ന് കുറേ ഒരു 2 കിലോമീറ്റർ ഓടിയിട്ട് പിന്നെ കുറച്ച് എക്സസൈസും ചെയ്താണ് കയറുന്നത്. പിന്നെ സ്റ്റാർട്ട് ചെയ്യണം. നിർത്താതെ ഒരു 1.5-2 കിലോമീറ്റർ ഓടി പിന്നെ കുറച്ച് എക്സസൈസും ചെയ്ത് കയറുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഗ്രൗണ്ട് കൊണ്ട് ഓടുന്നെങ്കിൽ ഞാൻ ഈവനിങ് പോവുകയാണെങ്കിൽ അവിടെ പോവും. ഈ സ്ഥലത്ത് അല്ലെ പിന്നെ ഇങ്ങനെ ഓടും. അങ്ങനെ ഓടിയെത്തി പാർക്കിങ്ങിലാണ്. ഇവിടെ നിന്ന് കുറച്ച് എക്സസൈസും ചെയ്തിട്ട് ഇങ്ങോട്ട് പോകും. ഇവിടെ നിന്ന് കുറച്ച് എക്സസൈസ് ചെയ്യുക, പിന്നെ തിരിച്ചങ്ങോട്ട് പോകും. ഇതൊക്കെയാണ് എക്സസൈസ്. കുറച്ചും കൂടെ ചെയ്തിട്ട് റൂമിൻ്റെ അടുത്തോട്ട് പോകാം നമുക്ക്.
എക്സസൈസ് കുറച്ചും കൂടെ ഉണ്ട്. ഞാൻ റൂമിൻ്റെ അവിടെ പോയി ചെയ്യും. പിന്നെ എല്ലാവരും കുറച്ചെങ്കിലും നടക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇപ്പോഴത്തുള്ള കാലത്ത് ഇപ്പോഴുള്ള സമയത്ത് ഫുഡെല്ലാം മിക്കവരും കഴിക്കുന്നത് വെളിയിലൊക്കെയാണ്, ഓയിലി ഫുഡ് അത് ഇതൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് നടക്കുകയോ ഒരുപാട് ചെയ്യണമെന്നില്ല, ഒരു അരമണിക്കൂറോ 20 മിനിറ്റ് ഓടുകയോ ചാടുകയോ അതൊക്കെ ചെയ്താലും മതിയാവും. കണ്ടിട്ടില്ലേ ഓരോരുത്തർ കൊളസ്ട്രോള് പിന്നെ ഷുഗറിൻ്റെ ഗുളിക. ഞാനിതുപോലെയായിരുന്നു ചെയ്യാതെ, പ്രഷറിൻ്റെ ഗുളിക ഇപ്പോഴും കഴിക്കുന്നുണ്ട്. ഷുഗർ ചെറുതായിട്ട് വന്നപ്പോഴേ ഞാൻ ഗുളിക കഴിച്ചില്ല. എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത് ഫുഡും കൺട്രോൾ ചെയ്ത്. നേരത്തെ ചെക്ക് ചെയ്തപ്പോൾ കുറവുണ്ടായിരുന്നു, ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്യണം. അതുകൊണ്ട് എല്ലാവരും പറ്റുമെന്നുള്ള കുറച്ച് എക്സസൈസ് ചെയ്യുക. വയസ്സായ ആൾക്കാരായ പോലും അവരൊക്കെ മിക്കവരും ജിമ്മിലൊക്കെ പോയി ചെയ്യുന്നവരായിരിക്കും. ഇല്ലാത്തവരുണ്ടെങ്കിൽ മടി പിടിച്ചിരിക്കണ്ട. എനിക്കും മടിയാണ്. നമ്മൾ ഉറക്കം ആണെങ്കിൽ വീണ്ടും ഉറങ്ങാൻ തോന്നും, പക്ഷേ അത് പ്രശ്നത്തിലോട്ട് പോകും. കുറച്ച് പറ്റുന്നുള്ളവർ കുറച്ച് എന്ന് വെച്ചാൽ നമ്മളെ ശരീരത്തിലുള്ള നെർവുകളല്ലേ, അതെല്ലാം നമുക്ക് കുറച്ച് അയഞ്ഞ് വന്നു കഴിഞ്ഞാൽ തന്നെ ബ്ലഡ് സർക്കുലേഷൻ വരും. അപ്പോൾ അതുവഴി നമുക്ക് നല്ല എനർജിയാണ് രാവിലെ ഓഫീസിലൊക്കെ പോകുമ്പോഴത്തേക്ക്. അപ്പം പതുക്കെ കൈ ഇതൊക്കെ എല്ലാ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു തരുന്നത് തന്നെയാണ്. ഇതെല്ലാം കുറച്ച് ദൂരം നടക്കുക. പിന്നെ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ സ്ഥിരം ഓട്ടം ചാട്ടവും. ഇവിടെ ഇനി കുറച്ച് എക്സസൈസും കൂടെ ചെയ്തിട്ട് പോവും. നിർത്തി നടവേർത്തു മതി. പിന്നെ ചില ആൾക്കാർ ചോദിക്കും ജിമ്മിൽ പോകാത്തതുണ്ട്, അവിടെ പോയാതെല്ലാം നമ്മളെ ഇഷ്ടമാണ് അല്ലേ, എവിടെ പോകണം, നമ്മളൊക്കെ നമുക്ക് പറ്റുന്നത് എവിടെ കാര്യം ചെയ്യും. അല്ലാതെ ജിമ്മിൽ പോകണമെന്നൊന്നുമില്ല. എന്ത് കാര്യമായാലും ഇഷ്ടമുള്ളത് നല്ലതാണെങ്കിൽ, ആർക്കും രോഗമില്ലാത്തതാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ആരെയും പറയാൻ പോലെ നല്ല കാര്യങ്ങൾ എടുക്കുക, ഇല്ലാത്തത് നല്ലതാണെങ്കിൽ ജീവിതത്തിൽ നമ്മൾ തന്നെ ആർക്കും ദ്രോഹമില്ലാത്തതാണെങ്കിൽ നമ്മളെ ഡെസിഷൻ തന്നെ എടുക്കുക. എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ജിമ്മിൽ ഞാൻ മുന്നേ പോയിട്ടുമുണ്ട്. ഞാനിത് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു. റൂമിലെത്തി അങ്ങനെ ഞാൻ റൂമിലെത്തി. ഇതാണ് എൻ്റെ ബെഡ്. ഇതാണ് വേറെ ആൾക്കാരുണ്ട്. ഇതാണ് എൻ്റെ
ബെഡ്. ഇതാണ് ബാൽക്കണി. അപ്പോൾ ഇനി ഓഫീസിലോട്ട് ഇറങ്ങിയിട്ട് അടുത്ത് വരാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി ഇറങ്ങി ഓഫീസിലോട്ട് പോകാൻ ലിഫ്റ്റ് കയറി. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. നടന്നാൽ എൻ്റെ ഒരു ഫ്രണ്ട് വരും, ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അവിടുന്ന് അവരുടെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് വീഡിയോ ഞാൻ കാണിക്കാം. ഇങ്ങനെ നടക്കുന്ന പോകണം. കുറച്ചങ്ങ് അപ്പുറത്താണ്, അവിടെ എത്തിയിട്ട് കാണിക്കാം. കുറച്ച് നടക്കാനുണ്ട് പുള്ളി വരുന്ന സ്ഥലത്തോട്ട്. നല്ല ദുബായിൽ നല്ല ചൂടാണ്, നല്ല ഹ്യൂമിഡിറ്റി, വെയിൽ കുറവാണെങ്കിലും വേർത്തുകൊണ്ടേ ഇരിക്കുകയാണ്. നടക്കുമ്പോഴും വെറുതെ നിൽക്കുമ്പോഴൊക്കെ നല്ല ചൂടാണ്. രാത്രി അതുപോലെ തന്നെ. ഒരു ഒക്ടോബർ നവംബറൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പ് വരും, നല്ലൊരു കാലാവസ്ഥയാണ്. പിന്നെ അതുപോലെ ഒന്ന് ചൂട് തന്നെയാണ്. പിന്നെ ഇവിടെയുള്ള എല്ലാവർക്കും അവർക്കെല്ലാം ഒരു ശീലം. ഹായ്, അങ്ങനെ ഇന്ന് ഓഫീസ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നേരെ ഇപ്പോൾ എൻ്റെ റൂമിൻ്റെ അടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് എന്തെങ്കിലും ഫുഡ് വെളിയിൽ നിന്നായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് എൻ്റെ ഒരു ദിവസത്തെ ദിനചര്യ. ചില ദിവസങ്ങളിൽ ഈവനിങ് വന്നിട്ട് ഫുഡ് കുക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഇതില്ലാത്ത ദിവസങ്ങളിൽ വെളിയിൽ നിന്ന് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.